ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ഒരു ജസ്റ്റ് എനർജി ചെക്കും അഡ്വൈസും ആയിട്ട് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി ആൻഡ് യൂണിവേഴ്സ് ഗൈഡൻസ് എന്താ പറയുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക്. ഓക്കെ, 7 of Swords, 10 of Cups, 4 of Cups, എന്താ എനിക്കിന്ന് 4 of Wands, 8 of Cups, 4 of Pentacles, Strength, 5 of Swords, Pentacles. ഇവിടെ സോറി, ഇന്ന് ഗൈഡൻസ് ആയിട്ടല്ല ഇവിടെ എനിക്ക്. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. പക്ഷെ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, മാരീഡ് ഇതിൽ മെജോറിറ്റി നിങ്ങളിന്ന് കാണുന്നവർക്ക് മാരീഡ് ഉള്ളവർക്ക്. ഓക്കെ, നിങ്ങൾ ഫാമിലി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, മാരേജ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, ചീറ്റിംഗ് നടന്നതിൽ നിന്ന് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ടുപോകാൻ ആലോചിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് വിട്ടു മാറി പോകണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ യെസ്, ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ മാരീഡ് സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. 9 of പെന്റിക്കിൾസും ഉണ്ട്. രണ്ടും നമ്മൾ മാരേജിൻ്റെ കാര്യം തന്നെയാണ്. സോ ഒരു സെപ്പറേഷൻ എന്ന രീതിക്ക്. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവാം. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. അവർ നിങ്ങളെ വിട്ട് പോയതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതൊരു ചീറ്റിംഗ് ആണ്. ഓക്കെ, അവിടെ ഒരു ചീറ്റിംഗ് നടന്നിട്ട് അവർ നിങ്ങളെ വിട്ട് പോയി എന്ന രീതിക്കാണ്. 4 of Pentacles, അവർ പല കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, പക്ഷെ വന്ന കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നതുകൊണ്ട്, വളരെ ക്ലിയർ ആയിട്ട് വന്നതുകൊണ്ട് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഓക്കെ, അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പലതും അവരുടെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാർഡ്, യെസ്, അവർ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് വന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് മേ ബി നിങ്ങളിത് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചതായിരിക്കാം. നിങ്ങൾ ഇത് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതെ നിങ്ങൾ പിടിച്ച് നിൽക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ വാക്ക് അവേ ചെയ്തു ഈ റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചീറ്റിങ്ങിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, രണ്ട് സിറ്റുവേഷനാണ്, രണ്ട് സിനാരിയോ പറയാം. ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ വിട്ടുപോയി കാണാം. അവിടെ പക്ഷെ ഒരു ചീറ്റിംഗ് എനർജിയാണ്. ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ വേറെ റിലേഷൻഷിപ്പോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആൻഡ് ആ കാര്യം നിങ്ങൾ അറിയില്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിട്ടില്ല മുമ്പ്. പക്ഷെ ഐ തിങ്ക് അവർ വിട്ടുപോയ ശേഷം നിങ്ങൾ മനസ്സിലാക്കി കാണാം. അല്ലെങ്കിൽ നിങ്ങളിത് അറിയുമ്പോൾ, മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം അറിയുമ്പോൾ, നിങ്ങൾ ഈ ഒരു ചീറ്റിംഗ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കാം കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് മാക്സിമം അത് പിടിച്ചേക്കാൻ ശ്രമിച്ചു, പക്ഷേ കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ആൻഡ് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ്, യെസ്, അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷൻ എൻഡ് ആവുന്ന പോലെയാണ്. മാരേജ് സിറ്റുവേഷനിൽ നിങ്ങൾ വാക്ക് അവേ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം, ഇത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി കാണാം. ഓക്കെ, ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നു. മാരീഡ് ആൾക്കാർക്കാണ് ഇവിടെ കൂടുതലും എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ മാരീഡ് ചെയ്യാൻ എന്ന് ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നുള്ള ചീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. എന്തോ ഒരു മാരേജ് റിലേറ്റഡ് ആണ്, എന്തായാലും ഫാമിലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന രീതിക്കായിരിക്കാം. പക്ഷെ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ അവർ ഒഴിഞ്ഞു മാറി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇവിടെ അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷനാണ്. ഐ തിങ്ക് ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം. യെസ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വേറെ ഇനി വേറെ സാധാരണ നമ്മൾ ജനറൽ ആയിട്ട് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അഗെയിൻ ഇവിടെയും നമ്മളൊരു നിങ്ങൾ എന്തായാലും ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി തന്നെയാണ്, സെയിം കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ കരിയർ, ബിസിനസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ചീറ്റിംഗ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കൂടെ പാർട്ട്ണറായിട്ട് നിന്ന ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പർ എന്നും പറയാം. 10 of Cups നമ്മൾ ഫാമിലി റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ കാർഡ് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പാർട്ട്ണർ എന്ന രീതിക്കാണ്. അല്ല, 10 of Cups പറഞ്ഞാൽ നോർമലി നമ്മൾ ഫാമിലി എന്ന് പറയും. ഫാമിലിയുടെ ഒരു എൻവയറമെൻ്റ് ആണ്, നമ്മൾ സന്തോഷമായിരിക്കുന്ന ഒരു ഫാമിലി എന്ന രീതിയിലാണ്. അതിൽ എന്തോ ചീറ്റിംഗ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആരെങ്കിലും. ഓക്കെ, നിങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്നെ, സോറി, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് ആരെങ്കിലും വാക്ക് അവേ ചെയ്യുന്നതായിട്ട് ഇവിടെ
പറഞ്ഞു വരുമ്പോൾ അഗെയിൻ പെട്ടത് ഫാമിലി റിലേറ്റഡ് തന്നെയാണ് ആയി പോകുന്നത്. കാരണം ഇവിടെ 10 ഓഫ് കപ്സ് ഫാമിലി എന്ന് വന്നതുകൊണ്ട് ഇവിടെ ചീറ്റിംഗ് നടന്നത് ഫാമിലിയിലാണ്. ഓക്കെ, ആൻഡ് ആ സിറ്റുവേഷൻ ഒന്നുമില്ലെങ്കിൽ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത് പോയി എന്ന് പറയാം നമുക്ക്. ഓക്കെ, ആരെങ്കിലും ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയി എന്ന രീതിക്ക് എടുക്കാം. അതിപ്പോൾ ആരും ആയിക്കോട്ടെ. ഓക്കെ, വൈഫോ ഹസ്ബൻഡ് ആവണമെന്നില്ല, അല്ലാതെ ആരെങ്കിലും. ഓക്കെ, പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പ് ഉള്ള ആരെങ്കിലും ആയിരിക്കാം. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി എന്ന രീതിയിൽ. ഫാമിലി ആണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ നടക്കും അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. മേ ബി ഫൈനാൻഷ്യൽ ഒരു ചീറ്റിംഗ് ആയിരിക്കാം ചിലവർക്ക്. അവർ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന രീതിക്ക് തന്നെ. ഓക്കെ, ആ ഒരു ചീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ല എന്ന രീതിക്ക് പറയാം. ഇത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് അഗെയിൻ ഇവിടെ കോൺഫ്ലിക്റ്റ്. ഈ കാര്യം അറിഞ്ഞപ്പോൾ ഐ തിങ്ക് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് ആ സിറ്റുവേഷനിൽ നിന്ന് ഐ തിങ്ക് നിങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്ത വ്യക്തിയോ ആരെങ്കിലും ഒരാൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം ചിലവർക്ക്, അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചീറ്റിംഗ് എനർജിയാണ്. ഓക്കെ, സോറി, ഞാനിപ്പോൾ ഇന്നത്തെ എനർജി വളരെ മോശമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള സാധ്യതയാണ്. വേറെ എനിക്കിവിടെ നല്ല ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. ഒരു വാക്കിംഗ് അവേ ആണ്. മേ ബി ഇന്ന് കാണുന്നവർ കൂടുതലും ഇങ്ങനത്തെ ആണോ എനിക്കറിയില്ല. വേറെ എനിക്കൊരു സിറ്റുവേഷനും എന്ന് നല്ലതൊന്നും എനിക്കിവിടെ കാണുന്നില്ല. എന്നൊരു ചീറ്റിംഗ് എനർജി, അതായത് നിങ്ങളുടെ ലൈഫിലൊരു ചതി സംഭവിച്ചു എന്ന് പറയാം. എനിക്ക് ആ ചതിയിൽ നിന്ന് നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളൊരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നു. അത് ബിസിനസ് ആയാലും കരിയർ ആയാലും ഫാമിലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും. ഓക്കെ, സിമ്പിളായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, യെസ്, ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നിരുന്നു. മൂവിങ് അഗെയിൻ സെയിം തിങ് ആണ് കാണുന്നത്. യെസ്, 9 ഓഫ് സോർട്സ്, 8 ഓഫ് പെന്റിക്കിൾസ്, 9 ഓഫ് സോർട്സ്. ഇത് ചിലവർക്ക് വർക്കിന്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, ചിലവർക്ക് വർക്ക് പ്ലേസിലായിരിക്കാം. പക്ഷെ വർക്ക് പ്ലേസിലും അപ്പം നമ്മൾ പറയുമ്പോൾ മേ ബി നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്ത ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, ഫാമിലി പോലെ കരുതിയ ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾ ചീറ്റ് ചെയ്തത്. അതിൻ്റെതായ നിങ്ങൾ നല്ലോണം സ്ട്രെസ്സ്, നിങ്ങൾക്ക് ആ ഒരു ടെൻഷനല്ല സ്ട്രെസ്സ് നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത വ്യക്തി നമ്മളെ ചതിച്ചല്ലോ എന്ന രീതിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലവർക്ക്, ചിലവർക്ക് റിലേഷൻ്റെ കാര്യത്തിലായിരിക്കാം. ഇവിടെ എന്തായാലും ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നിരുന്നു, നിങ്ങൾ അറിയാത്ത ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് അത് കൂടുതലും പണത്തിൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് കമ്മിറ്റ്മെൻ്റ് കാര്യം. ഓക്കെ, അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ ഫാമിലി കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് പറയാം. ആൻഡ് 6 ഓഫ് സോർട്സ് മൂവിങ് ഓൺ ആണ് കാണുന്നത്. മൂവിങ് ഓൺ, ഇത് രണ്ടും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾ സമാധാനം ചൂസ് ചെയ്ത് പോകുന്നു എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതൊന്ന് വിട്ടുപോകുന്നു എന്ന രീതിക്ക് പറയാം. എന്തായാലും ശരി, ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തി മാറിപ്പോകുന്നു എന്ന രീതിക്കാണ്. ഇന്നത്തെ എനർജി വളരെ മോശമായിട്ടാണ് കാണുന്നത്. മേ ബി ഒരു കാര്യം സത്യം നിങ്ങൾ ചില കാര്യങ്ങളിൽ അറിയുമായിരിക്കും. ഇതെല്ലാവർക്കും ഒന്നും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഇത് ഐ തിങ്ക് ഒരു കുറച്ച് പേർക്ക് മനസ്സിലാക്കാനുള്ള വല്ല കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കും വന്നത് റീഡിങ്. നിങ്ങൾക്ക് കണ്ടില്ലെങ്കിലും ഞാൻ ഒട്ടും പറയില്ല ഇനി. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് കൂടി നമുക്ക് നോക്കാം എന്താ കാണിക്കുന്നതെന്ന്. യൂണിവേഴ്സ് എന്താ പറയുന്ന അഡ്വൈസ്. ചില റിയലൈസേഷൻസ് വരുന്ന ഒരു ദിവസമാണോ. ഹെർമിറ്റ്, റിട്രീറ്റ് ആൻഡ് റീചാർജ്, സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്, ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ്, ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്, ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ, shaman, trust in higher forces, follow the voice of your soul and hold the space, see beyond the current situation. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളോട് പറയുന്നത് തൽക്കാലം സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കാനാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ആരെങ്കിലും നിങ്ങളെ ചതിച്ച വ്യക്തി നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്കുക, അവരെ പിന്നാലെ പോവാതിരിക്കുക. ഓക്കെ, അവിടെ ആ ഒരു ചതി ഉണ്ട്, നിങ്ങൾ മറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളും സമാധാനമായിട്ട് മിണ്ടാതെ മാറിയിരുന്ന് ഓക്കെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും ശ്രമിക്കുക. എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാതെ പോയത്, നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കാതെ പോയത് എന്നൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. കാരണം ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ് ഉണ്ട്.
എനിക്ക് ആൻഡ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില സിറ്റുവേഷൻസ് എന്താ പറയുക റിമൂവ് ചെയ്ത്. അതായത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് യൂണിവേഴ്സായിട്ട് എടുത്ത് മാറ്റിത്തരാണ്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ചീറ്റിംഗ് എന്ന രീതിക്ക് തന്നെയാണ്. സോ അവരെ പോകുന്നവരെ വിട്ടേക്കുക, അവരെ നിങ്ങൾ പിന്നാലെ ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് യൂണിവേഴ്സ് അവരെ എടുത്ത് മാറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, അതിന് നന്ദി പറയാം. ഓക്കെ, നിങ്ങളെ ചതിച്ചവര് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അവർ പിന്നാലെ പോണ്ട. നിങ്ങളാണ് മാറുന്നതെങ്കിൽ ഗുഡ്, അതും നല്ല തന്നെയാണ്. നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലാതെ വിഷമം ഫീൽ ചെയ്യും, കാരണം നമ്മളങ്ങനെ ട്രസ്റ്റ് ചെയ്ത ഒരാൾ ചതിക്കുന്നു നമ്മളെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വേദന തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു തകരാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ നല്ലത് വരും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, എല്ലാവരും ഒരുപോലെ അല്ല. ഓക്കെ, ഒരു പേഴ്സൺ ചതിച്ചു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നല്ലതല്ല എന്നൊന്നും വലിയ ഫ്യൂച്ചറിലേക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, പക്ഷെ ചിലത് ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും ഇവിടുന്ന്, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുക, നിങ്ങൾ അവനവനെ അവനവനിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി നമ്മൾ നേരത്തെ സ്ട്രെങ്ത് കാർഡ് വന്നിരുന്നു. ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ സ്പിരിച്വലൊക്കെ ആവുന്നുണ്ടാവും മേ ബി. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങളുടെ ഫുൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, വേറെ എന്ത് ചുറ്റും എന്ത് സംഭവിച്ചു, നിങ്ങൾ ആരെങ്കിലും ചതിച്ചു പോയി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളെ ബോദർ ചെയ്യാൻ വിടരുത്. ഓക്കെ, നിങ്ങളുടെ ജേർണി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഫുൾ ഡിവോഷൻ കൊടുത്ത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെയാണ് പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ഇതുവരെ കാര്യങ്ങൾ പലതും മറിഞ്ഞിരുന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയോ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചായിരിക്കാം ഇവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലിരുന്നത് എന്താണോ പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ കാര്യത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻ അതിൽ നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻ നല്ലതല്ല, ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നല്ലതല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ പഠിക്കാം. ഓക്കെ, അതവിടെ ലെസൺ ആണ് നിങ്ങൾക്ക്. ആൻഡ് നിങ്ങളുടെ വോയിസ് ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് ഇവിടെ എന്തോ ശരിയല്ല എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ അത് വിട്ടു മാറേണ്ട ഒരു സമയമായിരിക്കാം ഇത്, അതിൻ്റെ അങ്ങനെയാവാം. ഓക്കെ, സോ ഇന്നത്തെ എനർജി ഐ ഡോണ്ട് തിങ്ക് എല്ലാവർക്കും മാച്ച് ആവുമെന്ന് എനിക്കിന്ന് തോന്നുന്നില്ല. ബട്ട് എനിവേ, എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ കാര്യങ്ങളെ നല്ലോണം സൂക്ഷിച്ച് എല്ലാം മനസ്സിലാക്കി പെരുമാറുക. ഓക്കെ, ഡിസിഷൻസ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.